ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ യാത്ര രാമേശ്വരത്തേക്കാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ബസ്സിലാണ് രാമേശ്വരം എത്തിയത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ രാമനാഥപുരം ജില്ലയിൽ രാമേശ്വരം പട്ടണത്തിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ്. ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് രാമനാഥ തിരുക്കോവിൽ എന്നാണ്. ഈ ക്ഷേത്രവിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ യാത്ര പോകുന്ന വഴിയിൽ ശുശീന്ദ്രം, ഉപരിശിവൻ തിരുപ്പുല്ലാനി, ഉത്തരകോശമംഗ, മരതക നടരാജ ക്ഷേത്രം ദർശനം നടത്തി. വൈകുന്നേരം 7 മണിയോടുകൂടി രാമേശ്വരം എത്തി. അന്ന് ഞങ്ങൾ അവിടെ തങ്ങി. വെളുപ്പിന് 5 മണിക്ക് ക്ഷേത്രത്തിൻ്റെ 100 മീറ്റർ അകലെയുള്ള സമുദ്രത്തിൽ മുങ്ങി. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ സമുദ്രം. ഇതിനെ അഗ്നിതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഈ അഗ്നിതീർത്ഥത്തിൽ കുളിച്ച് പിതൃക്കൾക്ക് പൂജ നടത്തിയാണ് ക്ഷേത്രത്തിലെ തീർത്ഥക്കുളങ്ങളിൽ സ്നാനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ അഗ്നിതീർത്ഥത്തിൽ മുങ്ങിയാൽ സർവവും വിശുദ്ധവും സകല പാവങ്ങളിൽ നിന്നും മോചനവും എന്നാണ് വിശ്വാസം. ഈ തീർത്ഥം സ്വയം അഗ്നിയാണ് എന്നും സ്വയം സൂര്യ തേജസ്സാണെന്നും വിശ്വസിക്കുന്നു. മോക്ഷപ്രാപ്തിക്കായി കാശിയിലെ സ്നാനഘട്ടങ്ങളിൽ കുളിച്ചാലും രാമേശ്വരത്തെ തീർത്ഥക്കുളങ്ങളിൽ കുളിക്കണം എന്നാണ് വിശ്വാസം. ജന്മജന്മാന്തരമുള്ള പാപമോചനത്തിനായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തുക. അഗ്നിതീർത്ഥ സമുദ്രത്തിൽ മുങ്ങി 22 തീർത്ഥക്കിണറുകളിലെയും വെള്ളം കുളിച്ച് ഈറൻ മാറ്റി നല്ല മനസ്സോടും പാപങ്ങളെല്ലാം മാറ്റിയാണ് എന്ന വിശ്വാസത്തോടെയാണ് ഭക്തർ അമ്പലദർശനം നടത്തുക. ഞങ്ങളും അപ്രകാരം തന്നെ അമ്പലദർശനം നടത്തി. ഈ തീർത്ഥക്കുളങ്ങളുടെ പേരുകളൊന്നും നോക്കാം. മഹാലക്ഷ്മി തീർത്ഥം, ഗന്ധമാദന തീർത്ഥം, കവചതീർത്ഥം, ഗവേതീർത്ഥം, നിളാതീർത്ഥം, നളതീർത്ഥം, സേതുമാധവ തീർത്ഥം, ബ്രഹ്മഹത്യാ മോചന തീർത്ഥം, സാവിത്രി തീർത്ഥം, സരസ്വതി തീർത്ഥം, ഗായത്രി തീർത്ഥം, ശംഖുതീർത്ഥം, ചക്രതീർത്ഥം, സൂര്യതീർത്ഥം, ചന്ദ്രതീർത്ഥം, സത്യമൃത്തതീർത്ഥം, ശിവതീർത്ഥം, സാർവതീർത്ഥം, ഗയതീർത്ഥം, ഗംഗാതീർത്ഥം, യമുനാതീർത്ഥം, കോടിതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ തീർത്ഥക്കുളങ്ങളെയും സ്നാനത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ചിലത് നമുക്ക് നോക്കാം. മഹാലക്ഷ്മി തീർത്ഥം, ധാരാളം സമ്പത്ത്, എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചനം. ഗന്ധമാദന തീർത്ഥം, സകല ഐശ്വര്യങ്ങളും. കവചതീർത്ഥം, മരണശേഷം നരകത്തിൽ പോകില്ല എന്നാണ് വിശ്വാസം. ഗവേതീർത്ഥം, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു അഭയസ്ഥാനം. നളതീർത്ഥം, സമസ്ത യാഗത്തിൻ്റെയും ഗുണം ലഭിക്കും. സാവിത്രി തീർത്ഥം, ഗായത്രി തീർത്ഥം, സരസ്വതി തീർത്ഥം, ദോഷവും ശാപവും ഒഴിവാക്കാൻ സാധിക്കും. ഗയാതീർത്ഥം, ഗംഗാതീർത്ഥം, യമുനാതീർത്ഥം, ശാപമോക്ഷവും സൂര്യ തേജസ്സും ലഭിക്കും എന്നാണ് വിശ്വാസം. കോടിതീർത്ഥം, ഏറ്റവും പുണ്യം ലഭിക്കുന്ന തീർത്ഥമാണ് കോടിതീർത്ഥം. ശ്രീരാമൻ രാമേശ്വരത്ത് വെച്ച് രാമരാവണ യുദ്ധത്തിൽ താൻ അറിഞ്ഞോ അറിയാതെയോ പോയ തെറ്റിന് പരിഹാരത്തിന് വേണ്ടി ശിവഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഈ സ്ഥലത്തിന് രാമേശ്വരം എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിലെ 4 ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ അമ്പലം എന്ന വിശ്വാസവുമുണ്ട്. ഹിന്ദുക്കളുടെ ഒരു പുണ്യസ്ഥലവും തീർത്ഥാടന കേന്ദ്രവും കൂടിയാണിത്. രാമായണ എന്ന ഇതിഹാസ കാവ്യമനുസരിച്ച് ലങ്കാപതിയായ രാവണനാൽ അപഹരിക്കപ്പെട്ട സീതാദേവിയെ മോചിപ്പിക്കുന്നതിനായി ശ്രീരാമൻ ഭാരതത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പാലം നിർമ്മിച്ച സ്ഥലമാണിത്. നിത്യവും തൂത്തു വൃത്തിയാക്കുന്നിടം എപ്പോഴും വൃത്തിയുള്ളതായിരിക്കും. അതുപോലെയാണ് ശിവമാർഗവും. ഐതിഹ്യമായി പറയപ്പെടുന്നത് ഇപ്രകാരമാണ്. ഒന്ന്, ശ്രീരാമൻ ലങ്കയിലേക്ക് പോകുന്ന വഴിക്ക് ശിവഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രതിഷ്ഠ നടത്തിയെന്നും രണ്ടാമത്തേത് രാവണ യുദ്ധത്തിന് ശേഷം സീതാദേവിയോടും ലക്ഷ്മണനോടും ഹനുമാനോടും കൂടി പുഷ്പക വിമാനത്തിൽ നിന്നും ഇവിടെ ഇറങ്ങിയെന്നും രാവണ യുദ്ധത്തിന് ശേഷം ബ്രഹ്മഹത്യാ പാപത്തിന് പരിഹാരത്തിനായി ശിവപ്രതിഷ്ഠ നടത്തിയെന്നും പറയപ്പെടുന്നു. ഇവിടെ വെച്ച് ഹനുമാനോട് ശിവഭഗവാന്റെ രൂപം കൊണ്ടുവരാൻ പറഞ്ഞു. ഏറെ നേരമായിട്ടും ഹനുമാനെ കണ്ടില്ല. ആ സമയം സീതാദേവി മണ്ണുകൊണ്ട് ശിവഭഗവാന്റെ രൂപം ഉണ്ടാക്കി. അതാണ് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും പറയപ്പെടുന്നു. ആ പ്രതിഷ്ഠ കഴിഞ്ഞ ഉടൻ തന്നെ ഹനുമാൻ ശിവഭഗവാന്റെ രൂപവുമായി അവിടെ എത്തി. ആ പ്രതിഷ്ഠ രാമനാഥസ്വാമിയുടെ വടക്കു ഭാഗത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിശ്വനാഥസ്വാമിയുടെ പ്രതിഷ്ഠയായി പറയപ്പെടുന്നു. രാമേശ്വരം നഗരത്തിൻ്റെ നടുക്ക് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കിഴക്ക് ദർശനമായിട്ടാണ് കാണപ്പെടുന്നത്. കിഴക്കും പടിഞ്ഞാറും വലിയ ഗോപുരങ്ങൾ. ക്ഷേത്രമതിലിനകത്ത് 3 ഇടനാഴികൾ കാണാം. അതിൽ പുറത്തേക്കുള്ള ഇടനാഴിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴി. ഇന്ത്യയിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണിത് എന്ന് പറയപ്പെടുന്നു. ഇത് പാണ്ഡ്യ രാജാക്കന്മാരും ജാഫ്ന ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരും കൂടിയാണ് പണി കഴിപ്പിച്ചതെന്നും പറയപ്പെടുന്നു. ഇതിനകത്ത് തമിഴ് ശൈലിയിലുള്ള കൊടിമരവും വലിയൊരു നന്ദി വിഗ്രഹവും കാണാം.
ഒരുപാട് ഉപദേവതാ പ്രതിഷ്ഠകളുള്ള ഒരു പുണ്യസങ്കേതമാണ് രാമേശ്വരം. ഞങ്ങളെ ക്ഷേത്ര ദർശനമെല്ലാം പൂർത്തിയാക്കി ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് യാത്ര തിരിച്ചു. രാമേശ്വരത്ത് നിന്നും 18 കിലോമീറ്റർ ദൂരം പോകുന്ന വഴിയിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അവരുടെ ജനിച്ചു വളർന്ന സ്ഥലവും വീടും കാണാനുള്ള ഭാഗ്യം കിട്ടി. അതിപ്പോൾ ചരിത്ര മ്യൂസിയമായി ഉപയോഗിക്കുന്നു. കുറച്ച് യാത്ര ചെയ്ത് മുന്നിലെത്തിയപ്പോൾ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രത്തിൽ ഇറങ്ങി. ലങ്കാപതിയായ രാവണനെ കൊന്ന ശേഷം അനുജൻ വിഭീഷണനെ ലക്ഷ്മണൻ ഇവിടെ വെച്ചാണ് പട്ടാഭിഷേകം നടത്തിയതെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് എല്ലാ വർഷവും പട്ടാഭിഷേകം വിപുലമായി ആഘോഷിക്കുന്നു. അവിടെ നിന്നും ധനുഷ്കോടി എത്തി 15 കിലോമീറ്ററോളം കടൽക്കരയിലുള്ള ഒരു ഭാഗമാണിത്. 2 സൈഡും കടൽ കണ്ടുകൊണ്ടുള്ള യാത്ര നല്ല രസകരമായിരുന്നു. സീതാദേവിയെ വീണ്ടെടുക്കാൻ പാലത്തിൻ്റെ നിർമ്മാണം ശ്രീരാമൻ തൻ്റെ ധനുസിൻ്റെ അറ്റം കൊണ്ട് അടയാളപ്പെടുത്തിയെന്നാണ് വിശ്വാസം. ആ സ്ഥലമാണ് ധനുഷ്കോടി. തമിഴ്നാട്ടിൻ്റെ കിഴക്ക് തീരത്ത് ഏകദേശം തെക്കോട്ട് മാറി മന്നാർ ഉൾക്കടലിലേക്ക് നീണ്ടു കിടക്കുന്ന രാമേശ്വരം ദ്വീപിൻ്റെ തെക്കേ അറ്റമാണിത്. ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഇതൊരു പഴയ തുറമുഖ പട്ടണമായിരുന്നു. ഇവിടെ നിന്നും രാമേശ്വരത്തേക്ക് 18 കിലോമീറ്റർ. വൻകരയുമായി ഈ ദ്വീപിനെ ബന്ധിപ്പിക്കുന്നത് പാമ്പൻ പാലമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഇത്. ഇവിടെ മത്സ്യബന്ധനത്തിന് പേര് കേട്ടതാണ്. 1964 ചുഴലിക്കാറ്റിൽ കുറേയധികം ഭാഗം നശിച്ചുപോയി. ധനുസിൻ്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്നറിയപ്പെടുന്നത്. ധനുഷ്കോടി ശ്രീലങ്കയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള കര അതിർത്തിയാണ്. ഇത് വിശാലമായൊരു കടപ്പുറമാണ്. ധനുഷ്കോടിയുടെ പ്രത്യേകത ഒരു വശത്തിൽ ബംഗാൾ ഉൾക്കടലും മറുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം വളരെ ആകർഷണമാണ്. വിശാലമായ സമുദ്രവും തിളങ്ങുന്ന മണലുകളും ധനുഷ്കോടിയിൽ നിന്നും മടങ്ങുന്ന വഴിയിൽ വെള്ളത്തിൽ കല്ലുകൾ പൊങ്ങിക്കിടക്കുന്ന ആഞ്ജനേയ ക്ഷേത്രവും തീർത്ഥാടകരെ ആകർഷിക്കുന്നു. മറ്റൊരു ക്ഷേത്രവും കാണാനായി കഴിയും, ലക്ഷ്മണ തീർത്ഥം. രാമേശ്വര ക്ഷേത്രം രാവിലെ 5 മണി മുതൽ 1 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 9 മണി വരെയും തുറന്നിരിക്കും. കുംഭമാസത്തിലെ മഹാശിവരാത്രി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ തിരുക്കല്യാണവും വിശേഷമാണ്. അതുപോലെ തന്നെ നവരാത്രി ഉത്സവവും. ഒരു പ്രാവശ്യമെങ്കിലും രാമേശ്വരത്ത് പോയി തൊഴണം എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ബാക്കി നേർക്കാഴ്ചയായി കാണാവുന്നതാണ്.